നമസ്കാരം എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് ഇന്ന് ഒരു റീഡിംഗ് ആയിരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് മാത്രം. ഓക്കെ, ഇന്നത്തെ റീഡിങ്ങിൽ ആക്ച്വലി ഞാൻ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇന്ന് വിചാരിച്ചത്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടോ എന്ന രീതിയിൽ പറയാം. ആക്ച്വലി യെസ്, തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അത് ചിലപ്പോൾ ഇപ്പോഴുള്ള വേറെ ആരും ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, എന്ത് തന്നെ കാര്യങ്ങളായാലും ശരി. ഓക്കെ, ഒരു തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ പാസ്റ്റിലെ വല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണെങ്കിൽ അതിന് നമുക്ക് എനർജീനെ വിളിക്കാൻ പറ്റുള്ളൂ. നോക്കാം എന്തായാലും എന്താ വരുന്നത് നോക്കട്ടെ, ജസ്റ്റ് ഇങ്ങനെ എൻ്റെ മനസ്സിൽ. ഓക്കെ, ലെറ്റ്സ് സീ തേർഡ് പാർട്ടി ഉണ്ടോ നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എന്നിട്ട് അവർക്ക് വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടോ ഇല്ലയെന്ന്. ചിലപ്പോൾ നിങ്ങളുടെ ഡൗട്ടായിരിക്കാം. ഞാൻ സാധാരണ അങ്ങനെ എടുക്കാറില്ല, ബട്ട് എന്നാലും നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലാരിറ്റി കിട്ടുമോ നോക്കാമെന്ന്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ, പാസ്റ്റ് പ്രസൻറ്റ് എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ലെറ്റ്സ് സീ. 8 ഓഫ് കപ്സ്, ആദ്യം തന്നെ 8 ഓഫ് വാൻഡ്സ്, 5 ഓഫ് പെന്റിക്കിൾസ്, ഹെർമിറ്റ്, എംപറർ. ലവേഴ്സ് എനർജി ആണ്, ഞാൻ എടുക്കുന്നില്ല, ചാടിയതാണ്. ഓക്കെ, ലെറ്റ്സ് സീ. അങ്ങനെ ഇടയിൽ കൂടി അത് ശരിക്കും വന്നതല്ല. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്. ഓ ദേ വരാനുള്ളതാണെങ്കിൽ അത് വരും, അതങ്ങനെയാണ്. ഓക്കെ ഓക്കെ, സോ ലവേഴ്സ് കാർഡ്, 8 ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ് and Fool card, 3 of swords, 3 of pentacles, 5 of cups. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ പാസ്റ്റിലെ ആരുടെ ഒരു കാര്യമാണ് മെയിനായിട്ട് എനിക്ക് കാണുന്നത്. കാരണം 8 ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ, വോക്കവേ ആണ്. എന്ന് വെച്ചാൽ നേരത്തെ അവർക്ക് പരിചയമുള്ള ആരെങ്കിലും, ഓക്കെ, അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും വോക്കവേ ചെയ്തായിരിക്കണം എന്നില്ല, വിട്ടുപോയതാവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ജസ്റ്റ് അവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ആയിപ്പോയി എന്ന രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, അവർ തമ്മിൽ അകന്നിട്ടുണ്ടായിരുന്നു, എന്ത് റീസണോ ആയിക്കോട്ടെ. ഓക്കെ, അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ട് അകന്നതായാലും ശരി, അല്ല വിട്ടുമാറിയതായാലും ശരി, ജസ്റ്റ് ഒന്ന് നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ടച്ചേ വിട്ടുപോയി, കാണാതെയായി, കുറേ മീൻസ് ചെറുപ്പം തൊട്ടേ വല്ല പരിചയങ്ങളാണെങ്കിൽ, ഓക്കെ, അങ്ങനെ വലുതും ആണെങ്കിൽ മേ ബി അവർ തമ്മിൽ കണക്ഷൻ ഇല്ലാതായ ഒരു കണക്ഷൻ എന്ന രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, ഇല്ലാതായ ഒരു കണക്ഷൻ ആരെയെക്കുറിച്ച് ഇവിടെ ഒരു മനസ്സിലൊരു കാര്യം കിടക്കുന്നുണ്ട്. പാസ്റ്റ് ഓർമ്മയായിരിക്കാം, മെമ്മറി ആയിരിക്കാം. ഓക്കെ, പക്ഷെ അവർ തിരിച്ചു വരുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. 8 ഓഫ് കപ്സ്, 8 ഓഫ് വാൻഡ്സ് ആണ്. സോ പോയ ആള് തിരിച്ചു വരുന്നു എന്ന രീതിക്കും തോന്നുന്നുണ്ട്. ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. ഓക്കെ, പഴയ വ്യക്തി ആരെങ്കിലും, വിട്ടുപോയ ആൾക്കാർ ആരെങ്കിലും തിരിച്ചു വന്നതായിരിക്കാം. ഓക്കെ, വീണ്ടും കമ്മ്യൂണിക്കേഷൻ വന്നു, അവർ തമ്മിൽ കണക്ട് ആയിട്ടുണ്ടാവും. കാരണം ഇവിടെ വീണ്ടും 5 ഓഫ് പെന്റിക്കിൾസ്, ഹെർമിറ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ പഴയ കാര്യമാണ്. ഓക്കെ, ഇതൊരു പഴയ ഒരു സംഭവമാണ്, മുൻപ് വിട്ടുപോയത്, മുൻപ് നഷ്ടപ്പെട്ടത് എന്ന് പറയാം. ഓക്കെ, സെപ്പറേഷൻ ആയിരുന്നു എന്ന് കാണുന്നുണ്ട്. ഹെർമിറ്റ് ആണ്, സോ മുമ്പ് സെപ്പറേഷൻ ആയിരുന്നു. ഓക്കെ, മേ ബി ഞാൻ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ ഒരു ജസ്റ്റ് കാണാതെ ഒരു ദൂരത്ത് അങ്ങനെ ആയിപ്പോയി, അറിയാതെ, മീൻസ് അങ്ങനെയാവാം. ചിലവർക്ക് ജസ്റ്റ് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ചിലപ്പോൾ അകന്ന കാര്യം ആയിരിക്കാം. ഒരാൾ വിട്ടുപോയി, അല്ലെങ്കിൽ രണ്ടുപേരും റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ വല്ല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എംപറർന്ന് കാണുന്നുണ്ട്. ചിലവർ ഇവിടെ ഈഗോ കൊണ്ട് നമുക്ക് അവർ തമ്മിലാകുന്നു എന്ന് പറയാം. ഓക്കെ, ഒരു ഈഗോ കൊണ്ടായിരിക്കാം. ചിലവർക്ക് മാരീഡ് പേഴ്സണായി ഇപ്പോൾ അവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നേരത്തെ അവർ മാരേജ് ചെയ്തത്, ഓക്കെ, ഓൾറെഡി ഫസ്റ്റ് മാരേജ് അങ്ങനെ വലുതും ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി. ബട്ട് വീണ്ടും മേ ബി അവരൊരു കോണ്ടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ വരാനുള്ളൊരു സാധ്യതയാണ്. ഒരു മാരേജിൻ്റെ കാണുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈഗോ ഉണ്ട് എന്നും പറയാം. ഓക്കെ, ഈഗോ കൊണ്ടായിരിക്കും അവർ തമ്മിലാകുന്നത്, അങ്ങനെയും ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇപ്പോൾ അത് തിരിച്ച് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആണ്, ലവേഴ്സ് കാർഡ്. നമ്മൾ നേരത്തെ ഞാൻ വെച്ചതാണ് തിരിച്ച്, പക്ഷെ വന്നു. സോ യെസ്, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ലവേഴ്സ് കാർഡ് വന്ന സ്ഥിതിക്ക് ഇത് അവർ തമ്മിൽ വീണ്ടും ഒരു കണക്ഷൻ റീബിൽഡ് ആയ പോലെയാണ് തോന്നുന്നത്. ഓക്കെ, പക്ഷേ
എയ്റ്റ് ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് സോഡ്സ് വരുമ്പോൾ ഇവിടെ 3 ഓഫ് സോഡ്സും ഉണ്ട്, 3 ഓഫ് പെൻഡിക്കിൾസും ഉണ്ട്. ആക്ച്വലി ഇത് തേർഡ് പാർട്ടി എന്തായാലും ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും. ഓക്കെ, 3 വന്നിട്ടുണ്ട് ആൻഡ് ലോവസ്റ്റ് കാർഡ് ഉണ്ട്. സോ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി എനർജി ആണ്. ഓക്കെ, ഇതെല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ ആയിരിക്കും. ചിലവർക്ക് ജസ്റ്റ് നമ്മൾ പാസ്റ്റിൽ അറിയുന്ന ഏതെങ്കിലും വ്യക്തി തിരിച്ചു വന്നു ലൈഫിൽ എന്ന് പറയാം. ഓക്കെ, മുൻപുണ്ടായിരുന്ന ഏതെങ്കിലും ബന്ധം. ചിലവർക്ക് മാരേജ് കഴിഞ്ഞ് നമ്മൾ ഈവൻ എന്താ പറയുക ഡൈവേഴ്സ് അടക്കം കഴിഞ്ഞ് വീണ്ടും പക്ഷേ കോൺടാക്ട് ആയി എന്ന രീതിക്ക് പറയാം. ചിലവർക്ക് റിലേഷൻ ആയിരുന്നു, അത് വിട്ടുപോയതായിരുന്നു, അവർ തമ്മിൽ പിരിഞ്ഞതായിരുന്നു, ബട്ട് വീണ്ടും ഒരു റീകണക്ഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആരോ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാവാം. ഓക്കെ, അവർ തമ്മിൽ വീണ്ടും ഒരു കണക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. 8 ഓഫ് സോഡ്സും ഉണ്ട്. നമ്മൾ 8 ഇവിടെ ഉണ്ട്. സോ നമ്മുടെ 8 പോർട്ടൽ, ഇത് ചിലപ്പോൾ ഒരു റീസെൻറ്റ് ചേഞ്ച് ആയിരിക്കാം ഇത്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ഒരു കാര്യമായിരിക്കാം. കുറച്ച് മേ ബി അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളും നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. മേ ബി ഈ ഒരു പേഴ്സൺ തിരിച്ച് വന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാവാം. ഓക്കെ, ക്വീൻ ഓഫ് സോഡ്സ് ആൻഡ് ഫൂൾ. എന്തായാലും ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ കാണുന്നുണ്ട്. 3 ഓഫ് പെഡിക്കിൾസും കാണുന്നുണ്ട്. എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുക. 5 ഓഫ് കപ്സ്, വീണ്ടും നഷ്ടത്തിൻ്റെ കാര്യമാണ് കാണുന്നത്. ഒരു നഷ്ടപ്പെട്ട ഒരു കാര്യം തിരിച്ചു വന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരോട് ഫീലിങ്സ് കാണുന്നുണ്ട്, ഡെവലപ്പ് ആയതായിട്ട് കാണുന്നുണ്ട്. ബട്ട് ഈ ഭാഗം ഓക്കെ, യെസ്, ഞാൻ വിചാരിച്ച തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, ഓൾറെഡി മാരീഡ് ആയിരിക്കാം. നിങ്ങളുമായിട്ട്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആവാം, രണ്ടും ആവാം. ഓക്കെ, നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ടും ആയിരിക്കാം, അങ്ങനെയും പറയാം. അങ്ങനെയാണെങ്കിലും ശരി. അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മാരീഡ് ആണ് എന്ന് പറയാം, കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ്, ഒരു ഫാമിലി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ തടസ്സം ഇപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണിന് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം എന്ന് എനിക്ക് ആഗ്രഹം കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം കാണുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഇതിപ്പോൾ നിങ്ങളല്ല നമ്മൾ തേർഡ് പാർട്ടി എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് മേ ബി നിങ്ങളുടെ അടുത്ത് നോ കോൺടാക്റ്റോ കാര്യങ്ങളോ ആയിരിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് ആയിരിക്കാം, നിങ്ങളുടെ അടുത്ത് നോ കോൺടാക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം കാണുന്നുണ്ട്. ഓക്കെ, അവർക്കത് വീണ്ടും തിരിച്ച് വേണം, അല്ലെങ്കിൽ അതിലൊരു മുന്നോട്ടൊരു ഫ്യൂച്ചർ അവർ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇതെല്ലാവർക്കും മാച്ച് ആവില്ല എന്ന്. ഓക്കെ, ഇത് കണ്ട് വെറുതെ നിങ്ങൾ വിഷമിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്താ പറയുക, പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ സോ അതിന് ആ രീതിയിൽ ചിലപ്പോൾ ഇനി വേറെ വല്ല പുതിയ പേഴ്സൺ വന്നു, നിങ്ങൾ വിട്ടു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ ശേഷം വേറെ ആരെങ്കിലും വന്നു എന്നും ആവാം. ഓക്കെ, അങ്ങനെ എടുത്തോളൂ, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, ഇതിവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് ചില കാര്യങ്ങൾ അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഈ റിലേഷൻഷിപ്പ്. ബട്ട് അതിലൊരു തടസ്സം കാണുന്നുണ്ട്, അതിലൊരു തടസ്സമുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ അവർ ഫാമിലി എന്ന രീതിക്കാണ് കാണുന്നത്. സോ ഫാമിലിയാണ് തടസ്സം ഇവിടെ. ഓക്കെ, ചിലപ്പോൾ അവർ മാരീഡ് ആയിരിക്കാം, ഈ വന്ന പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അങ്ങനെയും പറയാമല്ലോ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവണമെന്നില്ല, മേ ബി അവർ മാരീഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവർ ഫ്യൂച്ചർ ഇവർക്ക് ഒന്നിച്ച് വേണം എന്നൊക്കെ ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് അത് നടക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. മേ ബി ഫാമിലി തടസ്സങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. നഷ്ടത്തിൻ്റെ ഒരു പഴയ ഒരു പാസ്റ്റിൻ്റെ ഒരു കണക്ഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലവർക്ക് എക്സ് വൈഫ്, അങ്ങനത്തെ എക്സ് ഹസ്ബൻഡ് അങ്ങനെയാവാം ചിലവർക്ക്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പൊസിഷൻ എന്താ നോക്കാം നമുക്കിതിൽ അല്ലേ. ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യത്തിൽ നമുക്കൊരു തേർഡ് പാർട്ടി എനർജി ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ട്. അതൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ച് വന്നാണോ എന്നും തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇന്നത്തെ അങ്ങനത്തെ ഒരു എനർജി പിക്ക് ചെയ്തുകൊണ്ടാണ് ഞാനത് എടുത്തത് ഇന്നത്തെ. ഓക്കെ, നിങ്ങളോട് എന്താണ് പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോട് എന്താ പേഴ്സൺ ഫീൽ ചെയ്യുന്നത്? 2 ഓഫ് പെൻഡിക്കിൾസ്, കൺഫ്യൂഷൻ. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, തേർഡ് പാർട്ടി അഗൈൻ, 6 ഓഫ് സോഡ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് നേരത്തെ കണ്ടിരുന്നു, ആൻഡ് 9 ഓഫ് wands. ഓക്കെ, ക്വീൻ ഓഫ് wands, 2 of cups. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണം. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടിയത് എന്താ അറിയോ, ഞാൻ പറയാം. 2 of Pentacles, 2 of Wands. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവർ മൈൻഡ് വല്ലാതെ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്.
അവർക്ക് നിങ്ങളോടും അറ്റാച്ച്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇതൊന്നും മാരീഡ് സിറ്റുവേഷൻസ് ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഫാമിലി തടസ്സമുണ്ട് എന്ന രീതിക്ക് എടുത്താൽ മതി. അതായത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് അവർ പഴയ ഒരു എക്സിനെ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തോ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം ജസ്റ്റ് ഫാമിലി ആണെന്ന് പറയാം. ഓക്കെ, അവരെ ഫാമിലി അഗ്രി ചെയ്യില്ല എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, അത് മാത്രമല്ല ആക്ച്വലി നിങ്ങളുടെ പേഴ്സണിൻ്റെ മൈൻഡിൽ കൺഫ്യൂഷൻ നിങ്ങൾ തമ്മിലും ഉണ്ട്. നിങ്ങളും ആൻഡ് ആ തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, 2 of Pentacles 2 of Wands ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം. ബട്ട് ഇപ്പോൾ പേഴ്സണിന് പക്ഷേ മൈൻഡിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആ തേർഡ് പാർട്ടി പഴയ പോയ ആൾ തിരിച്ചു വന്നതും നിങ്ങളുമായിട്ട് ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് എനിക്കിവിടെ കാണുന്ന മനസ്സിൽ. ഓക്കെ, ആർക്കാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. ആക്ച്വലി തേർഡ് പാർട്ടിയോട് അവർക്കൊരു പുൾ ഫീൽ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി അവരെ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം. വല്ല ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങളുടെ അടുത്തൊരു ചെറിയ അകൽച്ച കാണുന്നുണ്ട്. 9 of Wands ആണ് അകൽച്ച എന്ന രീതിയിൽ പറയാം. നമുക്ക് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നു. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ട്, കാരണം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവിടെ. ഓക്കെ, 6 of Swords പറയുമ്പോൾ നമ്മൾ മൂവിങ് ഓൺ ആണ്. നിങ്ങളുടെ പേഴ്സണിനെ മൂവ് ഓൺ ചെയ്യണോ അതോ നിങ്ങളുമായിട്ട് ഇനി വീണ്ടും ഒരു റീകൺസിലേഷൻ വേണോ എന്ന രീതിക്കാണ് അവർ കാരണം ഈ കാർഡ് വന്ന് ഞാൻ ഇതിനാണൊന്ന് ചെക്ക് ചെയ്തത്, ഇത് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണോ എന്ന്. ഓക്കെ, 2 of Cups Queen of Wands, നിങ്ങളോടുള്ള സ്നേഹം. ഓക്കെ, നിങ്ങളോടൊരു സോൾമേറ്റ് കണക്ഷനാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് തേർഡ് പാർട്ടിയോടില്ല. ഓക്കെ, ആ തേർഡ് പാർട്ടി ഇപ്പോൾ ആരായാലും ശരി, അവർ വന്നവരോട് ആ ഒരു കണക്ഷൻ അല്ല ഉള്ളത്. അവരോട് ഒരു എന്തോ ഒരു പഴയ ആ ഒരു ഓർമ്മയുടെ പേരിലായിരിക്കാം. ഓക്കെ, പഴയ കാര്യങ്ങളുടെ ഓർമ്മയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് പണ്ടുണ്ടായിരുന്നു, ആ അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിലുള്ള ഒരു ഇതായിരിക്കാം. ബട്ട് ഇവിടെ നമ്മൾ പറയില്ലേ, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ബട്ട് ഇവിടെ ഫീലിങ്സ് ശരിക്കും നിങ്ങളോടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ച് എടുത്ത കാർഡ്സ് ആണ്, സോ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാം. ഓക്കെ, ഇത് നിങ്ങളെക്കുറിച്ച് എടുത്ത ലാസ്റ്റ് കാർഡ്സ് ഞാൻ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നോക്കിയത്. അപ്പോൾ 2 of Cups നിങ്ങളുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളെ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്, നിങ്ങളോടാണ് ഒരു ആത്മബന്ധം ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ എന്ത് തരത്തിലായാലും ശരി, അവരുമായിട്ടൊരു പഴയ ആ ഒരു നമ്മൾ പറയില്ലേ, ഒരു വേദനിപ്പിച്ച് പോയ ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരാൾ, ആ ഒരു കാലത്തേക്ക് നമുക്കൊരു മെമ്മറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂസ് ആവുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് അവർക്ക് വളരെയധികം ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ചയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്, ബട്ട് അവരുടെ മൈൻഡ് നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, നിങ്ങളോട് തെറ്റ് ചെയ്തു പോയോ എന്നുണ്ട് ആ ഒരു മനസ്സിലുണ്ടാവാം. കാരണം ഇവിടെ എവിടെയോ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെയൊക്കെ ആയിരിക്കാം റിഗ്രറ്റ് ചിലത് കാണുന്നത്. ചില കാർഡ്സ് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും ആവാം. അവർക്ക് എവിടെയോ മൈൻഡിൽ ചില റിഗ്രറ്റ്സ് കിടക്കുന്നുണ്ട്, വിഷമങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. ഓക്കെ, തേർഡ് പാർട്ടി വേണോ അതോ ഫാമിലി ഓൾറെഡി മാരീഡ് ഉള്ളവരാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, കൺഫ്യൂഷൻ പറയണ്ടല്ലോ. ഓക്കെ, അങ്ങനെയുണ്ട്. അല്ല തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ് ഇവിടെ. അവർ തീരുമാനം എടുക്കാൻ വേണ്ടി അവർ ചിന്തിക്കുന്നുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ആർക്കാണ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, ആരോടാണ് അടുത്ത് നിൽക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ അവരെ വളരെ കെയർ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. 8 of Cups 2 of Cups ഒക്കെയാണ്. സോ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ Queen of Wands ഉണ്ട് ഇവിടെ. നിങ്ങൾ അത്രയും അവരെ കെയർ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഓക്കെ, അത് അവർക്കറിയാം. നിങ്ങളുടെ ഒരു വാല്യൂ അവർ കാണുന്നുണ്ട്. ഓക്കെ, ക്വീൻ ആവണമെന്നില്ല, കിങ്ങും ആവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിഷമിപ്പിക്കാനായും ഐ തിങ്ക് ഒരു റിഗ്രറ്റ് ഉണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, ഇനി ഇതിൽ കാർഡ്സ് എടുക്കണോ? നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവരിപ്പോൾ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് കാണുന്നത്. ഓക്കെ, ജസ്റ്റ് 1 കാർഡ് ലാസ്റ്റ്. 10 of Wands. യെസ്, അവർ ബേർഡനിലാണ് ഇപ്പോൾ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അവരിപ്പോൾ വല്ലാതെ ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, പ്രതീക്ഷ ഉണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട്. 10 of Swords ആണ്, ബേർഡൻ അനുഭവിക്കുന്നുണ്ട്, അത്ര പറയാം. ഓക്കെ, അവർ വല്ലാത്തൊരു ബേർഡനിലാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു മനസ്സിൽ ഈ ഒരു ചിന്ത കൊണ്ടാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്, എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് എന്നുള്ളത്. ഓക്കെ, പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വന്ന ആളെ സ്വീകരിക്കണോ അതോ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ മുന്നോട്ട് പോകണോ, ഫാമിലിയുടെ കേൾക്കണോ, എല്ലാം കൂടെ ഐ തിങ്ക് അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലാണിപ്പോൾ. എന്താ ചെയ്യുക? ഐ തിങ്ക് ഈ ഒരു എനർജി ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം ഇങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ എടുത്തത്. ലെറ്റ്സ് സീ. ഈ 88 പോർട്ടൽ ഐ തിങ്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് പലരുടെയും ലൈഫിൽ. ഓക്കെ, മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യാനുള്ള സമയമായിരിക്കാം, നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യുന്ന സമയമായിരിക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഈ കാർഡ്സ് കൂടി നോക്കാം. ഉറക്കെ ടെക്സ്റ്റ് മെസ്സേജസ് എന്താ വരുന്നത് നോക്കട്ടെ.
ടോക്കിംഗ്, ബാക്ക് സ്റ്റാബിങ്, മാസ്ക്, oh third, oh my god, snake, love call, phoenix. Okay, ഓക്കെ, നമുക്ക് ഇവിടെ വരെ എടുത്താൽ മതി, ഒരുപാട് ബാക്ക് പോകണ്ട. ഓക്കെ, അബണ്ടൻസ് ആണ് ഇവിടെ. ഓക്കെ, ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, പോസിറ്റീവ് മൈൻഡ് ആക്കി വെക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതിപ്പോൾ മണി അബണ്ടൻസ് ആവണമെന്നില്ല. ഓക്കെ, കരിയറിൻ്റെ കാര്യം മാത്രമാവണമെന്നില്ല. പേഴ്സണിൻ്റെ ആയാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്, നിങ്ങൾക്ക് ഈ പേഴ്സണിനെ തിരിച്ച് വേണോ, നിങ്ങളുടെ അടുത്തേക്ക് വേണോ? ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൈൻഡിൽ ഒരിക്കലും ആ പേഴ്സണിനെ തിരിച്ചു കിട്ടാൻ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട. ഓക്കെ, ആ പേഴ്സണിന് ആഗ്രഹമുണ്ടെങ്കിൽ അവരൊരു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുക. ഓക്കെ, അവരെ മനസ്സിൽ എന്നോട് എൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാത്രം അവർ തിരിച്ചു തരാൻ അങ്ങനെ പറഞ്ഞ് മാത്രം പ്രാർത്ഥിക്കാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ബ്ലെസ്. നിങ്ങൾ ദൈവത്തിനോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെയും ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ചുറ്റും ഉണ്ട്. ഈ ഒരു കാര്യം ആലോചിച്ച് ഒരുപാട് ഡെസ്പായിട്ട് വിഷമിച്ച് നിങ്ങളിതാവരുത്. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വേറെ ദൈവം തരും തീർച്ചയായിട്ടും. ഓക്കെ, സ്നേക്ക് ഓൾറെഡി നമ്മുടെ തേർഡ് പാർട്ടി റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇവിടെ. കോമ്പറ്റീഷൻ എനർജി, അതർ വുമൺ, ലുക്ക് ഓവർ യു ഷോ. ഓക്കെ, നിങ്ങൾ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് അറിയുമായിരിക്കും. ഓക്കെ, അത് ഒരു റീഡിങ് എടുക്കാൻ ഈ ഒരു ദിവസം. തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടാവാം. അപ്പം നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ എനർജി ആയിരിക്കും. ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് കോമ്പറ്റീഷൻ എന്താ പറയുക, എന്തായാലും അതർ വുമൺ എന്നൊക്കെ, വുമൺ ആയിരിക്കുന്നില്ല, മാനും ആവാം. ഓക്കെ, എന്തായാലും തേർഡ് പാർട്ടി എന്ന സിറ്റുവേഷൻ ഇവിടെ ക്ലിയർ ആണ്. ഓക്കെ, ആ കാർഡിന് ഞാൻ തൊടില്ല. ഓക്കെ, ഇവിടെ ടോക്കിംഗ്, ഇൻട്രസ്റ്റഡ്, വെയിറ്റിംഗ് മെസ്സേജസ്, ടെക്സ്റ്റ് കോൾസ്, ഇമെയിൽ, ടോക്കിംഗ് മോർ ആൻഡ് ലവ് കോൾ ഉണ്ട്. ഫിനിക്സ്, ഇത് നിങ്ങളുടെ ഭാഗത്തേക്കാണ്. ഓക്കെ, ബട്ട് അതിൻ്റെ ഒപ്പം ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് വരും, പേഴ്സൻ്റെ മെസ്സേജ് വരും, സംസാരിക്കും, നിങ്ങൾ തമ്മിൽ ഇൻഫർമേഷൻ കിട്ടും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ക്ലിയർ ആയിട്ട് ഐ തിങ്ക് മനസ്സിലാവും. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും എന്നും പറയാം. നിങ്ങൾ തമ്മിൽ സംസാരം വരും. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയാണ്, മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ചൊരു ഓപ്പൺ കോൺവെർസേഷൻ വരും. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആക്കി ഒരു സംസാരം വരും. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സിറ്റുവേഷൻ നടക്കുന്നതെന്ന്. പേഴ്സണിന് ശരിക്കും അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടോ, അതോ നിങ്ങളാണോ, നിങ്ങളോട് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരും. നിങ്ങൾ ഒരിക്കലും പിന്നാലെ ചേസ് ചെയ്ത് പോകരുത്. ഓക്കെ, ഇതെൻ്റെ റിക്വസ്റ്റ് ആണ്, ചേസ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ, പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോട്ടെ. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്ത് പോകണ്ട. അവർക്ക് നിങ്ങളുടെ വാല്യൂ അറിയുമെങ്കിൽ, നിങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, നിങ്ങൾ മാറി നിൽക്കുമ്പോഴേ അവർക്ക് ആ വാല്യൂ മനസ്സിലാവുള്ളൂ. സോ അങ്ങോട്ട് പോകാതിരിക്കുക. ബാക്ക് സ്റ്റാബിങ്, യെസ്, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹാർട്ട് ബ്രേക്ക് ആൻഡ് പെയിൻ, സെപ്പറേഷൻ, ലോസ്, ഡിസെപ്ഷൻ, ലൈസ്, ഷോക്കിംഗ് ആയിട്ട് എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങളെ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് തേർഡ് പാർട്ടി വന്നത്, അത് നിങ്ങളോട് വിവരം നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഓക്കെ, അവർ വേണം വെച്ചിട്ടായിരിക്കില്ല, ചിലപ്പോൾ ആ പേഴ്സൺ പെട്ടെന്ന് തിരിച്ചു വന്നതായിരിക്കാം. എന്താ ചെയ്യുക, അപ്പോൾ ആ പാസ്റ്റ് ഒരു കണക്ഷൻ നമ്മൾ ഓർമ്മ വന്നു, പാസ്റ്റ് നമ്മൾ സംസാരിച്ചു, കുറച്ച് അവരടുത്ത് പോയ പോലെയാണ് തോന്നുന്നത്. എന്തോ ആയിക്കോട്ടെ, ബട്ട് ചെയ്തത് തെറ്റ് തന്നെയാണ്. ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട്, അവർ തിരിച്ചു വരുമ്പോൾ അവർ ശരിക്കും ആ തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയിട്ടാണോ വരുന്നത് എന്ന് ഉറപ്പാക്കി മാത്രം സ്വീകരിക്കാം. ഓക്കെ, ആൻഡ് മാസ്ക്, യെസ്, അവർ ഹൈഡിങ് ട്രൂ ഫീലിങ്സ്, പ്രിറ്റൻഡിങ് ആൻഡ് ഡെല്യൂഡ്, ഗ്യാസ് ലൈറ്റ്. നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല, നിങ്ങൾ മെസ്സേജൊക്കെ അയക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളോട് പറയും, ചിലപ്പോൾ തിരക്കാണെന്ന് പറയും, അല്ലേ, തിരക്കാണെന്ന് പറയും, അല്ലെങ്കിൽ അവർ എന്താണ് അവരെ മനസ്സിൽ നടക്കുന്നത് എന്നൊന്നും നിങ്ങളോട് തുറന്ന് പറയാതെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവാം. സോ എവിടെയോ അവർ ഒരു മാസ്ക് ഇട്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ. ഓക്കെ, ഇത് എല്ലാം നിങ്ങൾ പ്ലീസ് ലേഡീസും ജെൻസും മാറി മാറി എടുക്കുക. ജെൻസ് കാണുമ്പോൾ നിങ്ങളുടെ ലേഡീസ് നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതും അവരും ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇതുപോലെയൊക്കെ ചെയ്യും അവരും. സോ ലവ് കോൾ, യെസ്, നിങ്ങൾ തമ്മിലൊരു സംസാരം, യെസ്, വരും. ഓക്കെ, ഈ കാര്യങ്ങൾ ചിലപ്പോൾ ക്ലിയർ ആവാനുള്ള ഒരു സമയമാവുമ്പോൾ നിങ്ങൾ തമ്മിലൊരു സംസാരം വരും. ഓക്കെ, ഇപ്പം നിങ്ങൾ ചേസ് ചെയ്ത് പോവാതിരിക്കുക. ആൻഡ് ഫീനിക്സ് ഉണ്ട് ഇവിടെ. സോ ന്യൂ ഫേസ്, റീകിൻഡൽ, റിന്യൂ ആൻഡ് ഗ്രോത്ത്, ചേഞ്ച് മൈൻഡ്, റൈസ് ഫ്രം, യെസ്, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുടെ വാല്യൂ, ഇത് ഞാൻ മെജോറിറ്റി എന്ന് തന്നെ പറയാം, മെജോറിറ്റി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും, മെജോറിറ്റി എങ്കിലും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നടക്കില്ലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ലോകമാണ്, ജീവിതമാണ്, നമ്മൾ വെറും മൂവിയല്ല, അല്ലേ. സോ ഇതിൽ കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയാണ്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അവർ വരും. ഓക്കെ, ആ തേർഡ് പാർട്ടി എന്ത് വന്നാലും പോയാലും ശരി, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും റീസ്റ്റാർട്ടാണ് കാണുന്നത്. ബട്ട് അഗെയിൻ ഞാൻ പറഞ്ഞു, ഓർത്ത് വയ്ക്കുക,
ഇല്ല അങ്ങനെ തേർഡ് പാർട്ടി എന്ന് നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കാം. കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആയിട്ട് മാത്രം മുന്നോട്ട് പോവാം. ഓക്കെ, ആൻഡ് ഇവിടെ നോട്ട് ഇനഫ് ഉണ്ട്. നോട്ട് ഇനഫ്, ലാക്കിംഗ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് സബോട്ടേജ്, ഈഗോ ആൻഡ് ഫിയർ. ഓക്കെ, ഇതെവിടെയോ നിങ്ങളുടെ പേഴ്സണിന് കോൺഫിഡൻസ് ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് വരാനും. ഓക്കെ, അവർക്കൊരു പേടിയുണ്ട്. ഒന്ന് നിങ്ങൾ തേർഡ് പാർട്ടിയെ കുറിച്ച് അറിഞ്ഞോ എന്നുള്ള ഡൗട്ടായിരിക്കാം, അറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വളരെ ആക്ച്വലി നിങ്ങൾക്ക് അബൻഡൻസ് ഉണ്ടാവും. നിങ്ങൾ വളരെ എന്തെങ്കിലും നിങ്ങളുടെ എന്താ പറയുക സിറ്റുവേഷൻ വൈസ് നിങ്ങൾ കുറച്ചുകൂടി നല്ലൊരു ഇതിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പോരാ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചിലവരിങ്ങനെ എസ്കേപ്പ് ചെയ്ത് വേറെ തേർഡ് പാർട്ടിയിലേക്ക് ഇപ്പോൾ പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരാറുണ്ട്. കാരണം നിങ്ങളുടെ മുമ്പിൽ അവർ പോരാ എന്നുള്ളൊരു തോന്നൽ. ഓക്കെ, സോ എവിടെയോ മേ ബി അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അവർക്ക് സെൽഫ് സബോട്ടേജ് ചെയ്തു എന്ന് പറയാം. അവർ തന്നെ ആക്ച്വലി റിലേഷൻഷിപ്പ് ഇപ്പോൾ കേടുവരുത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ നിർത്തിയില്ല. ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക തൽക്കാലം. ഓക്കെ, ഇത് റിന്യൂവൽ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഫിനിക്സ് നടുവിലുണ്ട്. സോ യെസ്, റിന്യൂവൽ കാണുന്നുണ്ട് കുറേ പേർക്കെങ്കിലും. നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. എന്തായാലും പേഴ്സൺ തിരിച്ചു വരികയാണെങ്കിൽ സംസാരിച്ച് ക്ലിയർ ആയിട്ട് മാത്രം ഓക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഒരാളെ. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തന്നെയാണ് എന്തായാലും. ഓക്കെ, സോ ലെറ്റ്സ് സീ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അല്ലേ. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഒന്നും വിഷമിക്കാൻ, നമ്മൾ എല്ലാ കാര്യങ്ങളും എവിടേക്കോ ദൈവനിശ്ചയങ്ങളാണ്. ഓക്കെ, ചിലത് വരാനുള്ള നിയോഗങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം, അവനവനെ സ്നേഹിക്കാം. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.